ആയ സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതിലപ്പോൾ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഫ്രീ സോണിൽ ഉള്ള പരസ്യങ്ങളാണ് പുറത്തോട്ട് കാണുന്നത്. അപ്പോൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് പറയുന്നവരും ഉണ്ട്, ആക്ച്വൽ കോസ്റ്റിനെ നമുക്ക് ഗഡുക്കളാക്കി പറയുന്നവരുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ആക്കി. 50,000 ദിർഹത്തിന് പറയുന്നത് 5,000 എന്ന് 4 അങ്ങനെ പറയുന്നത്. അതെ, അപ്പം വെറും 2,000 ദിർഹംസോട് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു 3 ഗഡുക്കളായിട്ട് അടക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ റിയാസ് ബാനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു 150 ലൈസൻസ് വാങ്ങിക്കുന്നു അല്ലേ? അതെ, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. ഒരു മാസം ഞങ്ങൾ ഇത്ര ലൈസൻസ് തരാമെന്ന് പറഞ്ഞ് കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ റിയാലിറ്റി. അതെ. പിന്നെ മറ്റൊന്ന്, ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റിയാസ് ബായുമായി ബന്ധപ്പെട്ടുള്ള പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യണത്. ഒരുപാട് ആൾക്കാർക്ക് ദുബായിൽ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് എന്നറിയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് റിയാസ് ബായുടെ റിയാസ് കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങളെപ്പോലെ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ ഈ വാളിൽ വരുന്നുണ്ട്, ഫീൽഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലവർ പറയുന്ന 5,000 ദിർഹംസിന് ലൈസൻസ് കിട്ടും, 4,000 ദിർഹത്തിന് ലൈസൻസ് കിട്ടും എന്നൊക്കെ ഒരു പരസ്യങ്ങൾ കാണാൻ. എന്താണ് ആ ഒരു ലൈസൻസ്? അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞാലോ. അത് റിയൽ ആണോ എന്നുള്ള കാര്യം. ആദ്യത്തെ ഉത്തരം റിയലാണ്. റിയലാണത്, തട്ടിപ്പൊന്നുമല്ല. ഓക്കെ. ഇത് ദുബായിലെ ലൈസൻസ് ചെയ്യാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മെയിൻലാൻഡ് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാമെന്നുള്ളത്. പിന്നെ ഓഫ് ഷോർ ഉണ്ട്, അതല്ല. പക്ഷേ പ്രധാനമായിട്ട് മെയിൻലാൻഡ് ഫ്രീ സോണ്. അപ്പോൾ ഈ ഫ്രീ സോൺസിൽ അത് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ കാക്കനാട് നമ്മൾ പിന്നെ സെസ് പറയില്ലേ, സ്പെഷ്യൽ എക്കണോമിക് സോണാണുള്ളത്. അപ്പോൾ ആ ഒരു സോണിനകത്തുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പാക്കേജ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഈ പല ഫ്രീ സോണുകൾ ഉണ്ടായതുകൊണ്ട് ഒരുപാട്, ഇപ്പം 60ഓളം ഫ്രീ സോണായി ഇപ്പം. അപ്പോൾ അത്രയും ഫ്രീ സോണുകൾ ഉണ്ടായതുകൊണ്ട് അതിലുള്ള ഫ്രീ സോണിൻ്റെ മാർക്കറ്റിങ്ങിന് ഓരോരോ ഫ്രീ സോൺസും അവരുടേതായ സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതിലപ്പോൾ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഫ്രീ സോണിൽ ഉള്ള പരസ്യങ്ങളാണ് പുറത്തോട്ട് കാണുന്നത്. അപ്പോൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് പറയുന്നവരും ഉണ്ട്, ആക്ച്വൽ കോസ്റ്റിനെ നമുക്ക് ഗഡുക്കളാക്കി പറയുന്നവരുണ്ട്, ഇൻസ്റ്റാൾമെന്റ് ആക്കി. 50,000 ദിർഹത്തിന് പറയുന്നത് 5,000 എന്ന് 4 അങ്ങനെ പറയുന്നത്. അതെ, അപ്പം വെറും 2,000 ദിർഹംസോട് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു 3 ഗഡുക്കളായിട്ട് അടക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ സോൺസുകളിലുള്ള ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അത് ഉപകാരപ്പെടുക. മെയിൻ ലാൻഡിൽ വന്നൊരു ഫാക്ടറി തുടങ്ങാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ട്രേഡിങ് ചെയ്ത് വണ്ടി എടുത്ത് സപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കൊന്നും അത് ഉപകാരപ്പെടില്ല. അപ്പോൾ ചെറിയ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ശരിക്കും ഉപകാരപ്പെടും തന്നെയാണ്. അപ്പൊ ഞാനൊന്നും ലോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ അത്ര അഗ്രസീവായിട്ട് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇനി ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ്. എല്ലാ രീതിയിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഇത് ആക്ച്വലി ഇപ്പൊ ഈ അതിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു കാറ്റഗറി? ആ ഒരു അത്രയും പ്രൈസിന് കിട്ടുന്ന ലൈസൻസിന്റെ കാറ്റഗറി എന്തായിരിക്കും? ഈ 60ഓളം ഫ്രീ സോൺസുകളുണ്ട് UAE. ഓക്കെ. അപ്പൊ അതില് ഈ ഷംസ് എന്ന് പറയുന്ന ഒരു ഫ്രീ സോൺ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഷാർജ മീഡിയ ഫ്രീ സോൺ ആണത്. അപ്പോൾ അവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രീ സോൺ ആണത്. അപ്പോൾ അവിടെ മീഡിയ ഫ്രീ സോൺ ആയതുകൊണ്ട് തന്നെ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റി ആണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് 5760, അതായത് 5,760 ദിർഹംസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടും. അതിന് വേണമെങ്കിൽ നമുക്ക് ഗഡുക്കളാക്കാനുള്ള ഓപ്ഷനിലേക്കൊക്കെ പോകാൻ പറ്റും. പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ ടാബി പോലുള്ള ഓപ്ഷൻസ്, ടാബി എന്ന് പറയുന്നത് ഒരു ഈവൻ ലൈസൻസ് എന്നല്ല പല പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്ന. അപ്പോൾ അത്തരത്തിലുള്ള ഗഡുക്കളാക്കി കൊടുക്കുമ്പോഴാണ് ആ പരസ്യങ്ങൾ ചെറിയ എമൗണ്ടിലേക്ക് മാറുന്നത്. ചില ഫ്രീ സോൺസുകൾ തന്നെ കൂടുതൽ ലൈസൻസ് കൊടുക്കുന്ന ഈ ഏജൻസിനൊക്കെ പല ഓഫേഴ്സും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഓഫേഴ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അത് എനിക്ക് കിട്ടുന്ന ഓഫർ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നേരിട്ട് നിങ്ങൾ ഫ്രീ സോണിൽ പോയി കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറഞ്ഞ് നമ്മുടെ അടുത്ത് കിട്ടും. ഞങ്ങളത് ഹോൾസെയിൽ എടുക്കുന്നു എന്ന് പറയാം, ചെറിയ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിയാസ് ബാനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു 150 ലൈസൻസ് വാങ്ങിക്കുന്നു അല്ലേ? അതെ, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. ഒരു മാസം ഞങ്ങൾ ഇത്ര ലൈസൻസ് തരാമെന്ന് പറഞ്ഞ് കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ റിയാലിറ്റി. അതെ. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷംസ് ഫ്രീ സോണിൽ മീഡിയ ആക്ടിവിറ്റി. ഇനി മീഡിയ ആക്ടിവിറ്റി അല്ലാതെ ചെയ്യുമ്പോൾ 6,880 ആണ്. ജനറൽ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇ കൊമേഴ്സോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ലോ കോസ്റ്റിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ ഫ്രീ സോണുകളിൽ ഒന്നായിട്ട് പറയുന്നത്. ഇനി ഇതിലൊക്കെ ഈ ചിലർ ദുബായ് അഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ദുബായ് അഡ്രസ്സ്, അതായത് ഫ്രീ സോൺ ആണെങ്കിലും ദുബായ് കിട്ടിക്കഴിഞ്ഞാൽ ദുബായിയുടെ വിസയാവും,
അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ദുബായി ആവും. അപ്പം അവരുടെ ഡിപ്പെൻഡന്റ് വിസ ദുബായി ആവും. അപ്പൊ ദുബായ് എന്നുള്ള എമിറേറ്റിന്റെ ഒരു പ്രീമിയം വാല്യൂ കണക്കാക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ എമിറേറ്റും ഒന്നാണെന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു പ്രീമിയം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണെങ്കിൽ ദുബായിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് മൈതാൻ എന്ന് പറയുന്ന ഒരു ഫേസ് സോൺ. മൈതാൻ നമ്മളെ മൈതാൻ എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ വാക്ക്. കാരണം പിന്നെന്താ പറയാ, ഷെയ്ഖ് ഹംദാൻ ദുബായ് ക്രൗൺ പ്രിൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഹിസ് ഹൈനസിന്റെ. അപ്പോൾ ആ ഇനീഷ്യേറ്റീവിൽ അവിടെ കൊടുക്കുന്ന മൈതാനിന്റെ ഫ്രീ സോൺ, അതായത് മറ്റേ ഹോഴ്സിന്റെ ഒക്കെ റേസൊക്കെ നടക്കുന്ന ഒരു എന്താ പറയാ വലിയൊരു മൈതാനം എന്നാണ്. അപ്പോൾ അതാണ് മൈതാൻ ഫ്രീ സോൺ അതിനോട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് 12,520 dirhams ആണ്. അപ്പോൾ ദുബായിലെ ഏറ്റവും കുറഞ്ഞൊരു ഫ്രീ സോൺ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഫ്രീ സോണാണ് 12,520. അപ്പോൾ അതിൽ തന്നെ വിസകൾ വേണമെങ്കിൽ നമുക്ക് ചെറിയ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സംഭവം നമുക്ക് ഗഡുക്കളാക്കണമെങ്കിൽ അതിനെ ഗഡുക്കളാക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 ദിർഹത്തിന് ദുബായി ഇതിന്റെ വിസ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ അങ്ങനെ നമ്മൾ പരസ്യം ചെയ്യാറില്ല. ഒരു ഫ്രീ സോൺ കൊടുക്കുന്ന റേറ്റിനെ ആ ഫ്രീ സോണിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സംവിധാനം നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പോൾ നിയമപരമായിട്ടില്ല. അവർ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആ ഫ്രീ സോണിന് നമ്മൾ അവർ നേരിട്ട് നിങ്ങൾ പോകുമ്പോൾ കിട്ടുന്ന പ്രൈസല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു യഥാർത്ഥ വശം ആളുകളിലേക്ക് നമുക്ക് എത്തിക്കണമെന്നുണ്ടായി. അത് നിങ്ങളോട് സാധിച്ചു. അപ്പം ഇനിയിപ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ആളുകൾക്ക് അങ്ങനെ ചെറിയ എമൗണ്ടിന് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളടുത്ത് ലൈസൻസും സൗകര്യം ഉണ്ട്. ഈ പറയുന്ന ചെറിയ എമൗണ്ടിന് നമുക്ക് ട്രേഡ് ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് അത് ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ നൂണിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് ചെയ്യണം. അവർക്കൊക്കെ ഈ മൈതാൻ ലൈസൻസോ ഷംസ് ഫ്രീ സോൺ ലൈസൻസോ ഒക്കെ എടുത്തിട്ട് ജനറൽ ട്രേഡിങ്ങും ഇ കൊമേഴ്സും മിക്സ് ചെയ്തുകൊണ്ടുള്ള ലൈസൻസുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം മെയിൻ ലാൻഡിൽ ഒരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടിലേക്ക് പോകും. ഒരു 40,000 പ്ലസ് പോകും അവരുടെ വിർച്വൽ ഓഫീസിന്റെ കോസ്റ്റും എല്ലാം അടക്കമൊക്കെ വരുമ്പോൾ. അതിൽ അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് റിയലിസ്റ്റിക് ആണ്, തട്ടിപ്പൊന്നുമല്ല. പരസ്യം കാണുന്നതെല്ലാം റിയൽ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. എന്താണ് ലൈസൻസ് എന്ന് ചോദിച്ച് എവിടെയാണെന്ന് ചോദിക്കുക. പിന്നെ ചെറിയ എമൗണ്ട് കാണുമ്പോൾ ഇത് ഫുൾ എമൗണ്ട് ആണോ അതല്ല ഗഡുക്കളാണോ എന്ന് ചോദിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ആളുകളിലേക്ക് വലിയൊരു ഇൻഫർമേഷൻ ആണ് എത്തിയത്. എന്തായാലും നിങ്ങൾക്ക് ദുബായിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയത്തിനും റിയാസിനെയും റിയാസിന്റെ ടീമിനെയും വിളിക്കാവുന്നതാണ്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.